ഗുഡ് മോർണിംഗ് എവരിവൺ. വെൽക്കം ടു KS റാങ്കർ. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലീഗൽ മെട്രോളജിയുടെ സിലബസിലുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ സാധാരണ IT അതായത് ജനറൽ PSCയുടെ ITയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ലീഗൽ മെട്രോളജിയുടെ IT എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, സിലബസ് ഒന്ന് നോക്കാം. എങ്ങനെയായിരിക്കണം ITയിലേക്കുള്ള നമ്മുടെ ഒരു അപ്രോച്ച് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലീഗൽ മെട്രോളജിയുടെ സിലബസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഓക്കെ, അതിലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടോട്ടലായിട്ട് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ് വരുന്നത്. അതിനെ 2 സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഭാഗം, അതിന് 5 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഭാഗമാണ്. ഇൻഫർമേഷൻ സെക്യൂരിറ്റി, എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതാണ് MS ഓഫീസ് ആൻഡ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു അപ്രോച്ച് പറഞ്ഞുതരാം, കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം ഈ ഒരു സബ്ജക്റ്റിന് ഡീൽ ചെയ്യുന്നത്, നമ്മുടെ നോട്ട്സ്, ക്ലാസ്, ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ 4 മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ഡിഫറൻറ്റ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഞാൻ അതെല്ലാം കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ 4 മൊഡ്യൂളുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇവിടെ മുതൽ അതുപോലെ തന്നെ ഇവിടം വരെയാണ് വരുന്നത്. ഓക്കെ, അതായത് IT ഇൻ കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, ഗവേണൻസ്, മെഡിസിൻ, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. എവിടെയാണ് ITയുടെ ആപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേഷനിലും ബിസിനസ്സിലും ഗവേണൻസിലും അതുപോലെ തന്നെ മെഡിസിനിലും ഓഫീസ് സയൻസിലും ഹെൽത്ത് കെയറിലും എങ്ങനെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് അടക്കം നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗത്ത് പഠിക്കണം. ദെൻ അടുത്തത് എഡ്യൂക്കേഷൻ, സയൻസ്, എൻ്റർടൈൻമെൻറ്റ്, എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിങ്, IT പോളിസി, ദെൻ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ പറയുന്ന IT ടെക്നോളജീസ് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്റ്റേറ്റ് എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ സിസ്റ്റം. ആ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് IT യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന എത്തിക്കൽ ഇഷ്യൂസ് എന്തെല്ലാമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ കീ ടെക്നോളജിക്കൽ ട്രെൻഡ് ദാറ്റ് റേസസ് എത്തിക്കൽ ഇഷ്യൂസ്. ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ആയിട്ട് വരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ടെക്നോളജീസ് അത് റേസ് ചെയ്യുന്ന എത്തിക്കൽ, ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ എത്തിക്സ് ഇൻ ദി ഇൻഫർമേഷൻ സൊസൈറ്റി, ദെൻ ബേസിക് കൺസെപ്റ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ലയബിലിറ്റി. ഓക്കെ, IT നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യണം. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കാരണം ഉണ്ടാകുന്ന എല്ലാ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കും വി ആർ അക്കൗണ്ടബിൾ ആണ് ആൻഡ് വി ആർ ലയബിൾ. അതിൻ്റെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഹാം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യേണ്ടത്, അതിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് നമ്മളാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത്. അടുത്തത് എത്തിക്കൽ അനാലിസിസ്. ഈ പറയുന്ന പോലെ കാൻഡിഡേറ്റ്സ് എത്തിക്കൽ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്റ്റ്. ഇപ്പം ഏതൊരു മേഖല നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടായിരിക്കും, ഏത് സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാലും. അതുപോലെ തന്നെ IT യൂസേഴ്സിൻ്റെ കേസിലായി കഴിഞ്ഞാലും IT സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ കേസിലായി കഴിഞ്ഞാലും ഈ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് വരുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ട്. അതുപോലെ തന്നെ പ്രൈവസി ആൻഡ് ഫ്രീഡം ഇൻ ദി ഇൻ്റർനെറ്റ് ഏജ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുന്നത്. ഇൻഫർമേഷൻ ITയുടെ ഈ ഒരു സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് പ്രോപ്പർട്ടി റൈറ്റ്സ് മുതൽ സെക്യൂരിറ്റി വരെ, ഓക്കെ, സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഇൻ ദി കമ്മ്യൂണിക്കേഷൻ വരെ, ഇത്രയും ഭാഗം നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. ദെൻ തേർഡ് മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് ക്രിപ്റ്റോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്രിപ്റ്റോഗ്രഫി മുതൽ ആ ഒരു എൻ്റയർ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ ഭാഗത്താണ് ഇൻട്രൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടർ വൾണറബിലിറ്റീസ്, ഇൻട്രൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ നോട്ട്സ് ഡീറ്റെയിൽസ് കാണിച്ചു തരാം, നിങ്ങൾ എങ്ങനെയാണ് മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. സോ ഫസ്റ്റത്തെ മൊഡ്യൂൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 52ഓളം പേജുകൾ വരുന്നുണ്ട്. ടോട്ടലായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അടക്കം വരുന്ന മെറ്റീരിയലാണ്. ഞാൻ പറഞ്ഞില്ല 4 മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ടെന്നുള്ളത്. അതിൽ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ നോട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ലയബിലിറ്റി വരെ വരുന്ന കാര്യം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, IT ഇൻ കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി, ലയബിലിറ്റി വരെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിൽ കവർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു നോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ IT ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ബിസിനസ്സിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സിലബസിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഡിഫറൻറ്റ് ആസ്പെക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അത് അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ദെൻ ഗവേണൻസിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്, ഡിഫറൻറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ, ഉമംഗ്, ആധാർ, ഡിജി ലോക്കർ, ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തെ എക്സാമ്പിൾ നമ്മുടെ നോട്ടിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ ഇതുപോലെ നിങ്ങൾ പഠിച്ചു പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ നോട്ടിൻ്റെ ഏറ്റവും അവസാനത്തിൽ കൊടുത്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റവും അവസാനത്തിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സമ്മറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മുഴുവൻ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏകദേശം 52ഓളം പേജ് വരുന്നുണ്ട് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞ പോലെ അത്രയും ഭാഗങ്ങളാണ് കവർ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അപ്ലൈഡ് ഇൻഫർമേഷൻ എത്തിക്സ്, പ്രൈവസി, പ്രോപ്പർട്ടി, അക്കൗണ്ടബിലിറ്റി, സിസ്റ്റം ക്വാളിറ്റി വരെ വരുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എത്തിക്കൽ അനാലിസിസും അതുപോലെ തന്നെ സിസ്റ്റം ക്വാളിറ്റി വരെ വരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും ഏകദേശം ഒരു 39ഓളം പേജ് വരുന്നുണ്ട് നോട്ട് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് അഡീഷനും കൂടെ വരുന്നുണ്ട്. സോ ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് ഇതും അറൗണ്ട് ഒരു 40-50 പേജിൻ്റെ അടുത്തേക്ക് ഈ ഒരു നോട്ടും വരുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. ദെൻ അതിനുശേഷം വരുന്നതാണ് അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത്. ആ മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 43 പേജ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിപ്റ്റോഗ്രഫിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് ഈ 4ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ക്രിപ്റ്റോഗ്രഫി, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിമെട്രിക് എൻക്രിപ്ഷൻ അൽഗോരിതംസ് വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഡിഫറൻ്റ് ആയിട്ട് വരുന്ന വൾണറബിലിറ്റീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ആക്സസ് കൺട്രോൾ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ വർക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുന്നത്. പ്രധാനമായിട്ടും വൾണറബിലിറ്റീസ് ആണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഇൻട്രൂഷൻ മുതൽ കൗണ്ടർ മെഷേഴ്സ് വരെ വരുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഓപ്പൺ സോഫ്റ്റ്വെയർസ്, ലിനക്സ്, അതുപോലെ തന്നെ യുണിക്സ് പോലെയുള്ള ഓപ്പൺ സോഴ്സ്, അതിനുള്ള വൾണറബിലിറ്റീസ് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രൂഷൻ മുതൽ ഈ പറയുന്ന ബെസ്റ്റ് പ്രാക്ടീസസ് വരെയാണ് 4ാമത്തെ ഈ ഒരു നോട്ടിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇവിടെയും ഏകദേശം 44 പേജ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഏകദേശം ഒരു 250ഓളം അല്ലെങ്കിൽ 200+ പേജുകൾ വരുന്നുണ്ട്. നമ്മുടെ IT എന്ന് പറയുന്ന ആ ഭാഗത്തിൻ്റെ മാത്രം സെഗ്മെൻറ്റ് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു ഭാഗവും വിട്ടു പോകാത്ത രൂപത്തിലാണ് നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അടക്കം ഈ നോട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ആസ് സച്ച് ഈ നോട്ടിൽ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടില്ല. ഇവിടെ പക്കാ നോട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും ഈ നോട്ടിൽ ഇൻ ബിറ്റ്വീൻ കൊടുത്തിരിക്കുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിലും ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തന്നെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ ലീഗൽ മെട്രോളജി എക്സാമിനേഷൻ, കഴിഞ്ഞ 2 ലീഗൽ മെട്രോളജി എക്സാമിനേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇങ്ങനെ 4 നോട്ടുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. സോ അതിൽ ആദ്യത്തെ നോട്ടുകൾക്ക് 2 ക്ലാസ്സുകളായിരിക്കും വരുന്നത്. ഓക്കെ, ഈ ഒരു നോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ക്ലാസ് വരുന്നുണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ ക്ലാസ്സാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ചിലപ്പോൾ ഒരു 2 മണിക്കൂറോളം ലെങ്ത്തുള്ള ക്ലാസ് ആയിരിക്കും. ഓക്കെ, കാരണം അത്രയും ഡീറ്റെയിൽസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ഡിസ്കഷനിലേക്ക് കിടക്കുകയാണ്. അപ്പം ജസ്റ്റ് ഞാനൊരു IT-യുടെ ആ ഒരു ഹിസ്റ്ററി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 1990 കാലഘട്ടം മുതൽ ഇൻ്റർനെറ്റിൻ്റെ ഒരു ബൂം, ഒരു എക്സ്പാൻഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക്, പല രൂപത്തിലേക്ക് IT വരുന്നുണ്ട്. ആദ്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീട് സെക്കൻഡ് ജനറേഷനും 3Gയും 4Gയും 5Gയും 6Gയും ഒക്കെ ആയിട്ട് ഇന്ന് IT ആ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൻ്റെ പാതയിലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ IT എന്ന് പറയുന്നത് വിവിധ മേഖലകളിലേക്ക്, നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ പേഴ്സണൽ ലൈഫ് മുതൽ പ്രൊഫഷണൽ ലൈഫ് വരെ വരുന്ന, ഈവൻ ഫാമിലി ലൈഫ് മുതൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗവേണൻസ് സിസ്റ്റം വരെ നീണ്ടു നിൽക്കുന്ന എല്ലാ മേഖലകളിലും IT സെക്ടർ ഒരു വലിയ സ്വാധീന ശക്തിയായിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ IT അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷൻ തന്നെ ഡിഫറെൻറ്റ് മോഡുകളിലേക്ക് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന SMS മുതൽ ഇന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിർച്വലായിട്ട്, ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ വിർച്വലായിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രൂപത്തിലേക്ക് വരെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് വിർച്വലായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസസ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു കറണ്ട് സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇമെയിൽ, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്, അതുപോലെ തന്നെ വോയിസ് ഓവർ IP, ഓക്കെ, അതായത് VoIP എന്ന് പറയും. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇൻ്റർനെറ്റിലൂടെ വിളിക്കുന്ന കോളുകൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ വിളിക്കുന്ന വീഡിയോ കോളുകൾ, ഇതിനൊക്കെയാണ് നമ്മൾ VoIP എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് നമ്മുടെ ജിയോയുടെ കോളുകൾ എന്ന് പറയുന്നത് വോയിസ് ഓവർ IP ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് വീഡിയോ കോൺഫറൻസിങ് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോഷ്യൽ മീഡിയ, ദെൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ്, ഫൈബർ ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ നമ്മുടെ IT സെക്ടറിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് അതിൻ്റെ ഡിഫറെൻറ്റ് മേഖലകളിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആദ്യ കാലങ്ങളിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകളായിരുന്നു കൂടുതലായിട്ടും സെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാലത്ത് ചിലപ്പോൾ നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ SMS അയക്കാറുണ്ടായിരുന്നു. ആ SMS-ൻ്റെ അടുത്ത സ്റ്റേജായിട്ട് ഓക്കെ നമ്മൾ ഈ പറയുന്ന MMS അയക്കാറുണ്ടായിരുന്നു. MMS ആകുന്ന സമയത്ത് അതിൽ ചെറിയ രൂപത്തിലേക്കുള്ള ഇമോജീസും അതുപോലെ തന്നെ ചെറിയ രൂപത്തിലുള്ള സ്റ്റിക്കേഴ്സും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് അയക്കാൻ പറ്റുന്ന MMS ഉണ്ടായിരുന്നു. ആദ്യം SMS വരുന്നുണ്ടായിരുന്നു. SMS-ൽ നമുക്ക് പ്രധാനമായിട്ടും ടെക്സ്റ്റ് ആയിരുന്നു അയക്കാൻ പറ്റുന്നത്. ദെൻ അതുപോലെ തന്നെ പിന്നീട് ഇമെയിൽ വരുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ആദ്യ കാലങ്ങളിലെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
പിന്നീടാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ കാലഘട്ടം വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഓർക്കുട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ പണ്ടുണ്ടായിരുന്നു. പിന്നീട് ഫേസ്ബുക്ക് വരുന്നുണ്ട്. പിന്നീട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ട്വിറ്ററും മെറ്റയുടെ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള, അതുപോലെ തന്നെ വാട്സപ്പ് അടക്കമുള്ള, ഇന്ന് ടെലഗ്രാം അടക്കമുള്ള പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് വാട്സപ്പ്, ടെലഗ്രാം, സിഗ്നൽ, മെസ്സഞ്ചർ, ഗ്രൂപ്പ് ചാറ്റ്, ഓക്കെ, സ്നാപ്ചാറ്റ്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ടൂൾസ് ഇന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ അതുപോലെ വോയിസ് ഓവർ IP, അതായത് ത്രൂ ഇൻ്റർനെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യുന്നതിനെയാണ് വോയിസ് ഓവർ IP എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. അപ്പോൾ അതിന് അതായത് ത്രൂ ഇൻ്റർനെറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, സംസാരിക്കുന്നതാണ്. സോ അതിൽ ആദ്യ കാലങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നത് സ്കൈപ്പ് ആയിരുന്നു. ഓക്കെ, സ്കൈപ്പ് ആയിരുന്നു നമുക്ക് ഈ വീഡിയോ കോളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ കാലം ഉണ്ടായിരുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത്. ഇപ്പം ഗൾഫിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ നമ്മളോട് കോൾ ചെയ്യുന്നത്, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കുന്ന സമയത്ത് താരിഫ് റേറ്റുകൾ വളരെയധികം കൂടുതലായിരുന്നു. അപ്പോൾ സാധാരണ സ്കൈപ്പ് ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കൊറോണയുടെ സമയത്തായിരുന്നു കൂടുതലായിട്ടും ഗൂഗിൾ മീറ്റ്, സൂം, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ടീം. ഓക്കെ, ഇത് മൈക്രോസോഫ്റ്റിൻ്റെ ടീമാണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ പറയുന്നതൊക്കെ തന്നെ വോയിസ് ഓവർ IP ആണ്. ഇനി ജിയോ അവരുടെ ആദ്യമായിട്ടുള്ള 4G അല്ലെങ്കിൽ 5G ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് അവരുടെ 5G കോളിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നതും വോയിസ് ഓവർ IP ആയിരുന്നു. ഫ്രീ ആയിട്ടുള്ള കോളിംഗ് ഫെസിലിറ്റീസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർക്കത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അത് വോയിസ് ഓവർ IPയിലൂടെ പ്രൊവൈഡ് ചെയ്തതുകൊണ്ടായിരുന്നു. ഇനി അടുത്തത് വീഡിയോ കോൺഫറൻസിംഗ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോവിഡിൻ്റെ സമയത്താണ് ഈ ഒരു വീഡിയോ കോൺഫറൻസിംഗ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി വർക്ക് ഫ്രം ഹോം ഒക്കെ ഇമ്പ്രൂവ് ആയ സമയത്ത്, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോമിലേക്കൊക്കെ വേൾഡ് മാറിയ സമയത്താണ് ഈ പറയുന്ന വീഡിയോ കോൺഫറൻസിംഗ് എന്ന് പറയുന്നത് വളരെയധികം പ്രചാരം നേടുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിച്ചിരുന്നത് ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകൾ തന്നെയായിരുന്നു. ഓക്കെ, പ്രധാനമായിട്ടും ഗൂഗിൾ മീറ്റ്, സൂം, ഇനി പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ടീം, ഇതൊക്കെയായിരുന്നു നമ്മൾ കൂടുതലായിട്ടും വീഡിയോ കോൺഫറൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, അതുപോലെ തന്നെ യൂട്യൂബ് പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയോ, വിഷ്വൽ, ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇതൊക്കെ ഇതേ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അടുത്തത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ പ്രധാനമായിട്ടും കോൾസ്, ഓക്കെ, അതായത് പ്രധാനമായിട്ടും വോയിസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൊബൈൽ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് 3G, 4G, 5G എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. 6G ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല ഭാഗത്തും ടെസ്റ്റ് റണ്ണുകളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്. അടുത്തത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടും TV ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഓരോരുത്തരുടെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് കറണ്ട് ലൊക്കേഷൻ അയക്കാൻ പറ്റും, അതുപോലെ തന്നെ ലൈവ് ലൊക്കേഷൻസ് ഒക്കെ അയക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്രൂ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ GPS വഴിയാണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. അടുത്തത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ പറയുന്ന എൻറ്റയർ ഇൻ്റർനെറ്റിൻ്റെ ഒരു കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ആണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വൈഫൈ കണക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ആയിരിക്കും. ആ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കണക്ഷനിലൂടെ ആയിരിക്കും നമുക്ക് നെറ്റ് കിട്ടുന്നത്. ഗ്ലോബലി തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻ്റർനെറ്റ് പല രാജ്യങ്ങളിലേക്കുമുള്ള ഡാറ്റ സെർവറുകൾ ത്രൂ കടലിലൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി നമ്മുടെ ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുന്ന സമയത്ത് പേർഷ്യൻ ഗൾഫിലൂടെ പോകുന്ന ഇൻ്റർനെറ്റ് കണക്ഷൻസ് മുഴുവൻ വിച്ഛേദിക്കും എന്ന് പറയുന്ന ഒരു ഭീഷണിയൊക്കെ ഇറാൻ ആ സമയത്ത് മുഴക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭീഷണിയൊക്കെ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം അമേരിക്ക നിങ്ങൾക്കറിയാം, സിലിക്കൺ വാലി ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ടെക് ഭീമന്മാർ കിടക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ സെർവറുകൾ തമ്മിലുള്ള കണക്ഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ലോസ് ആവുകയും ഹ്യൂജ് നഷ്ടം അവർക്ക് സംഭവിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒപ്റ്റിക്കൽ ഫൈബർ ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഡാറ്റ ലോസുകളൊന്നും ഇല്ലാതെ ത്രൂ ലൈറ്റ് സിഗ്നൽസ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ നോക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഈ ഒരു മോഡേൺ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടുള്ള ടെക്നോളജീസ് ഏതൊക്കെയാണ്. ഈ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇനി ഇത്തരത്തിലുള്ള ടെക്നോളജീസ് നമ്മൾ കമ്മ്യൂണിക്കേഷനിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബെനിഫിറ്റ്സ്? അപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് സ്പീഡാണ്. ഓക്കെ, വളരെ പെട്ടെന്ന് നമുക്ക് ആളുകളുമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആണ്, അല്ലേ? നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. പണ്ടൊക്കെ നിങ്ങൾക്കറിയാം, നമ്മൾ കത്ത് എഴുതുന്ന സമയത്ത് 5 രൂപയുടെയും 10 രൂപയുടെയും 20 രൂപയുടെയും സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ദിവസങ്ങളോളം കാത്തിരിക്കണം അത് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു മെസ്സേജ് അയക്കുന്നു, വേണേൽ വീഡിയോ കോൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നോക്കുക, സ്പീഡ് കൂടി. ഓക്കെ, സ്പീഡ് കൂടി, അതുപോലെ തന്നെ കോസ്റ്റ് കുറഞ്ഞു. അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് പറ്റും. എഗെയിൻ ജിയോയുടെ സെയിം എക്സാമ്പിൾ തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ 200 രൂപയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 100 രൂപയോ ഒക്കെ കൊടുത്തിട്ട് 100 GB ഡാറ്റ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു.
എന്നാൽ അതിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു മാസത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് സേ ഫോർ എക്സാമ്പിൾ 300 രൂപയാണ്. ആ 300 രൂപയ്ക്ക് ഓരോ ദിവസവും 2 GB എന്ന് പറയുന്ന ഹ്യൂജ് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ ഡാറ്റ കൺസംഷൻ കൂടുന്നുണ്ട്, കോസ്റ്റ് കുറയുന്നുണ്ട്. ഓക്കെ, ഇനി അത് മാത്രമല്ല, റീച്ച് കൂടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, മൊത്തം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഇവിടെ മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസേഴ്സ് അവർ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് റീച്ചാണ്. റീച്ച് കൂട്ടണം. ഓക്കെ, എന്ന് വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് ഡാറ്റ, ഇൻഫർമേഷൻസ് അത് എത്തിക്കുക എന്ന് പറയുന്നതാണ്. സോ കൂടുതൽ ആൾക്കാർ നെറ്റുമായിട്ട് കണക്ട് ആകുന്നുണ്ട്, നെറ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നുണ്ട്, നെറ്റിൻ്റെ ഉപയോഗം കൂടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റീച്ച് കൂടുന്നുണ്ട്. അടുത്തതാണ് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ SMS അല്ലെങ്കിൽ ടെക്സ്റ്റ് മാത്രമായിട്ട് അയച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇന്ന് ഓഡിയോ, വീഡിയോ, അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ഫയലുകൾ, അതുപോലെ തന്നെ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക്, ഈവൻ ഗെയിമിങ്ങുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്ലയിങ്, അതായത് ഒരുമിച്ചിരുന്നുകൊണ്ട് ഗെയിമിങ്ങുകളൊക്കെ കളിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിമീഡിയ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എവിടെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഏത് ഇൻഫർമേഷൻസ്, ഇപ്പോൾ ക്ലൗഡിലൊക്കെയാണ് സ്റ്റോർ ചെയ്തതെന്നുണ്ടെങ്കിൽ ഏത് ഫയൽസും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഈ പറയുന്ന ടെക്നോളജീസ് വന്നതോട് കൂടിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കേരളത്തിലിരുന്ന് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിംഗ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ആഡ് ഉണ്ടാക്കാം, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചൊരു വീഡിയോ ആഡ് ഉണ്ടാക്കാം. ആ വീഡിയോ ആഡ് ഉണ്ടാക്കിയിട്ട് ആ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോം സെല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെൻഡറിനെ നിങ്ങൾ അവിടെ പോയി കാണേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ത്രൂ ഓൺലൈൻ അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അയാൾക്കുമായിട്ട് ബിസിനസ് ഡീലുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ബിസിനസ് ഡീൽസ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പേയ്മെൻറ്റുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് ഓപ്ഷൻസ് ഒക്കെ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, യെസ്. അപ്പം ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ കോഴിക്കോടുള്ള ഒരാൾക്ക് ന്യൂയോർക്കിലുള്ള ഒരാൾക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നതിനും സെല്ല് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്മാർട്ട് ഫോൺ ക്ലിക്കിലൂടെ സാധിക്കുന്നു എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഒരു ഗ്ലോബലി കണക്റ്റഡ് ആയിട്ട് നമ്മുടെ ടെക്നോളജി നമ്മളെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഒരു എക്സാമ്പിളായിട്ട് അവിടെ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് IT ഇൻ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് IT ഇൻ ബിസിനസ് സെക്ടറാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതലായിട്ട് കണ്ടിന്യൂസ്ലി ബിസിനസ് അല്ലെങ്കിൽ IT അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. പലപ്പോഴും അവിടെ പുതിയ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പുതിയ AI ട്രെൻഡുകളാണ് വരുന്നത്. അപ്പോൾ പുതിയ AI മോഡലുകൾ വരുന്ന സമയത്ത് അവിടെ കണ്ടിന്യൂസ്ലി സ്റ്റോക്കുകൾ ഇടിയുന്നതും ഇതുപോലെ പുതിയ IT പ്ലാറ്റ്ഫോംസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ AI പ്ലാറ്റ്ഫോംസ് വരുമ്പം അതിൻ്റെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്നതൊക്കെ കണ്ടിന്യൂസ്ലി ഇപ്പോൾ നിങ്ങൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് IT ഇൻ ബിസിനസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഗ്ലോബൽ ട്രേഡും അതുപോലെ തന്നെ IT ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാര്യം മുന്നോട്ടേക്ക് പോകുന്നത്, IT മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി ബിസിനസ്സിലേക്ക് നോക്കുന്ന സമയത്ത് എങ്ങനെയെല്ലാമാണ് IT ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലാദ്യം വരുന്നതാണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാപ്പ് അല്ലെങ്കിൽ ഒറാക്കിളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസിനെ മുഴുവൻ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിനെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ലേബേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ്, അവരുടെ അറ്റൻഡൻസ് കാര്യങ്ങൾ അത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ എത്രത്തോളം യൂണിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം യൂണിറ്റുകൾ സെയിൽസിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, എത്രത്തോളം ഡിഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്, ഇങ്ങനെയുള്ള ഇൻവെൻട്രി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫൈനാൻസ് ത്രൂ ഓൺലൈൻ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനൊക്കെയാണ് നമ്മൾ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റയർ കാര്യങ്ങൾ ത്രൂ ജസ്റ്റ് ഓൺലൈൻ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനടുത്തതാണ് CRM എന്ന് പറയുന്നത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽസ് ഫോഴ്സ് പോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കസ്റ്റമർ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിക്കുന്ന ആളുകൾ അവർ എന്താണ് സംസാരിക്കുന്നത്, എത്ര നേരം സംസാരിക്കുന്നുണ്ട്, കോൾ റെക്കോർഡിങ്, അതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഈവൻ AI ജനറേറ്റഡ് റിപ്പോർട്ടുകൾ അടക്കം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ലഭിക്കുന്നുണ്ട്. CRM ആയിട്ടുള്ള, അതായത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ടൂൾസ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. അടുത്തതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാക്ടറിയിൽ ഒരു പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് മുതൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് കൃത്യമായിട്ട് മാർക്കറ്റിൽ റീറ്റെയിലേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം. ഇതിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ഡ്രസ്സ് മാനുഫാക്ചർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് സെയിൽ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോട്ടൺ അല്ലെങ്കിൽ പരുത്തി അത് ഫാർമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുകയും അത്
തുണിമില്ലിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തുണിയായിട്ട് മാറ്റുകയും അത് പിന്നീട് ഫാക്ടറികളിൽ കൊണ്ടുവന്നിട്ട് ഡ്രസ്സായിട്ട് മാറ്റുകയും അത് പിന്നീട് ബ്രാൻഡഡ് ആക്കുകയും അല്ലെങ്കിൽ സ്റ്റിച്ചിങ് കാര്യങ്ങൾ മുഴുവൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പാക്ക് ചെയ്തിട്ട് അത് ഈ പറയുന്ന ഹോൾസെയിലേഴ്സിലേക്കും പിന്നീട് റീറ്റെയിലേഴ്സിലേക്കും എത്തി പിന്നീട് അത് മാർക്കറ്റിലേക്ക് സെയിൽ ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എൻറ്റയർ ചെയിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ എന്ത് ചെയ്യണം, വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ എൻഷുർ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ ഈ വാക്ക് കേൾക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഇപ്പോൾ ആപ്പിളിൻ്റെ പഴയ CEO സ്റ്റീവ് ജോബ്സ് അദ്ദേഹം മാറിയിട്ട് ടിം കുക്ക് വന്ന സമയത്ത് ആപ്പിൾ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സ്ട്രോങ് ആയി എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സ്റ്റീവ് ജോബ്സിന്റെ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇന്നോവേഷൻ ആയിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ടിം കുക്ക് വന്നതോട് കൂടിയിട്ട് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഐഫോൺ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇന്നോവേഷൻസ് ഇല്ല, പഴയ മോഡൽ തന്നെ അവർ തിരിച്ചും മറിച്ചും ഇറക്കുകയാണ്. പേര് മാറ്റിയിട്ട് പുതിയ പുതിയ മോഡലുകളുടെ പുതിയ പേരിലേക്ക് ഇറക്കുന്നു എന്നല്ലാതെ അവിടെ വേറെ മാറ്റമൊന്നുമില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം അദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മേഖലകളാണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ റെലവൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പോൾ ഇതൊക്കെ ത്രൂ ഓൺലൈൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ആ ഒരു എൻറ്റയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെയർ ഹൗസുകളിലൂടെ ട്രാവൽ ചെയ്തിട്ട് ഫൈനലായിട്ട് അത് എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡെലിവറി ഏജന്റ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഡെലിവറി ഏജന്റ് നമ്മൾ അന്വേഷിച്ച് വരുന്നുണ്ടോ എന്നുള്ളത് വരെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം എന്താണ്, കൃത്യമായിട്ടുള്ള സപ്ലൈ ചെയിൻ ട്രാക്കിംഗ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്തതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സാധനം വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓൺലൈനായിട്ട് സാധനങ്ങൾ സെല്ല് ചെയ്യുന്നതിനും വാങ്ങിക്കുന്നതിനും നമുക്ക് ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തത് ഓൺലൈൻ ബാങ്കിങ് ആൻഡ് ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ. പലതരത്തിലുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പലതരം രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മണി ട്രാൻസ്ഫർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് വരുന്നുണ്ട്, UPI. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് UPI വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ വരുന്നുണ്ട്, നെഫ്റ്റ് വരുന്നുണ്ട്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് RTGS വരുന്നുണ്ട്, IMPS വരുന്നുണ്ട്. QR കോഡ് സ്കാനിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് രൂപത്തിലേക്ക് പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻസ്റ്റൻ്റ് ആയിട്ട് പണം കിട്ടുന്നത്, ലോൺ കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൊബൈൽ വാലറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൂഗിൾ വാലറ്റ് വരുന്നുണ്ട്, ഗൂഗിൾ പേ വാലറ്റ് വരുന്നുണ്ട്, Paytm വാലറ്റ് വരുന്നുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാലറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഗൂഗിൾ പേയിൽ പുതിയൊരു ഫീച്ചർ കണ്ടിട്ടുണ്ടായിരിക്കും, പോക്കറ്റ് മണി എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ടെക്നോളജീസ്, പലതരത്തിലുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അടുത്തത് സ്റ്റോക്ക് ട്രേഡിംഗ്. പലപ്പോഴും നിങ്ങളുടെ യൂട്യൂബ് ആഡിൽ പലപ്പോഴും വരുന്ന ഒരു ആഡ് ആയിരിക്കും ഗ്രോ എന്ന് പറയുന്നത്. ഗ്രോ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, ഫണ്ട് മാനേജ്മെൻറ്റ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏജൻസികൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവിടെ ഷെയർ ട്രേഡിങ്ങുകളും അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ട്രേഡിങ്ങുകളും ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇന്ന് ത്രൂ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റോക്ക് വാങ്ങിക്കുകയും സെല്ല് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനടുത്തതാണ് ബിസിനസ് ഇൻ്റലിജൻസ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ബിസിനസ് ഇൻ്റലിജൻസ് BI എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ BIക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ബിസിനസ്സിൽ നടന്നിട്ടുള്ള മുഴുവൻ ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ അത് സെയിൽസ് നടന്നിട്ടുള്ള സീസൺസ്, ആ സീസണിൽ ഏത് പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോൾഗേറ്റ് തന്നെ അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കുന്നുണ്ട്. 10 രൂപ പാക്ക് മുതൽ 100 രൂപ 200 രൂപയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാക്കുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് ഓഫ് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഇതിൽ ഏത് സെഗ്മെൻറ്റിൽ ഏത് പ്രൈസ് റേഞ്ചിലാണ് കൂടുതലായിട്ട് സെയിൽസ് നടക്കുന്നത്, ഇങ്ങനെയുള്ള ഡാറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം. അതെല്ലാം ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡിൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർമാറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബിസിനസ് ഇൻ്റലിജൻസ് BI എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അനലൈസ് ചെയ്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിൽ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിൽ ഏത് പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്താണ് കൂടുതൽ സെയിൽസ്, അത് കൂടുതൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡൈവേഴ്സിറ്റി കൊണ്ടുവന്ന് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതാണ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെയർ ഹൗസിലായിട്ടും പ്രൊഡക്ഷനിലായിട്ടും പ്രൊഡക്ഷൻ കഴിഞ്ഞും എല്ലാം നിൽക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗുഡ്സസ് ഉണ്ടായിരിക്കും. ആ ഗുഡ്സ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നതായിരുന്നു ഈ പറഞ്ഞ ബാർകോഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മൾ റീഡ് ചെയ്യണം. QR കോഡ് സിസ്റ്റം പിന്നീട് വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ് QR കോഡ് എന്ന് പറയുന്നത്. അതിനും അഡ്വാൻസ് ആയിട്ട് ഓട്ടോമാറ്റിക് റീഡിംഗ് വരുന്നതാണ് RFID എന്ന് പറയുന്നത്, റിയൽ ഫീൽഡ്
കമ്മ്യൂണിക്കേഷനാണ് ഇതിന് പിന്നിൽ വരുന്ന ടെക്നോളജി എന്ന് പറയുന്നത്, RFID എന്ന് പറയുന്നത്. ഈ RFIDയുടെ മറ്റൊരു ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് ഫാസ്ടാഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഫാസ്ടാഗ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഹൈവേയിലൊക്കെ നമ്മൾ ടോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ടോൾ കളക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന RFID ടെക്നോളജിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ RFIDയിലേക്കൊക്കെ വരുന്ന സമയത്ത് റിയൽ ടൈം ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ QR കോഡൊക്കെ പോലെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യേണ്ട, ലൈക്ക് സ്കാൻ ചെയ്താലല്ല, അത് ഈ പറയുന്ന വിസിബിൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള ആ റീഡറിൻ്റെ മുമ്പിലൂടെ ഇത് പാസ് ചെയ്ത് പോയാൽ മതി, ഓട്ടോമാറ്റിക്കലി അത് റീഡ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ റിയൽ ടൈം ആയിട്ടുള്ള ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വിത്ത് ഷോർട്ട് ടൈം ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിനടുത്തതാണ് ഓഫീസ് ഓപ്പർച്യൂണിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന ഓഫീസ് അല്ലെങ്കിൽ ഓഫീസ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് ആയിരുന്നു. ഓക്കെ, ഈ പറയുന്ന പോലെ വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഓഫീസ് എന്ന് പറയുന്നത്. ഇന്ന് അതിൻ്റെ ആൾട്ടർനേറ്റീവ്സ് ഗൂഗിൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ഡോക്ക്, ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ കീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയറുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ഗൂഗിൾ വൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഗൂഗിൾ വർക്ക് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിളിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള സർവീസസ് മുഴുവൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് പറ്റുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെയിൽ, അതുപോലെ തന്നെ കലണ്ടർ, ഡ്രൈവ്, ഗൂഗിൾ മീറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്പ്രെഡ്ഷീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാണ്, കലണ്ടറിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു ഡേറ്റ് മാർക്ക് ചെയ്തു, ഇന്ന ദിവസം എന്ത് ചെയ്യണം, ഞാൻ ഒരാളുമായിട്ട് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീറ്റിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയുന്ന ഗൂഗിൾ മീറ്റിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നതായിരിക്കും, അത് മെയിലിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും, അയാൾക്ക് കൃത്യമായിട്ട് മെയിൽ പോകുന്ന സമയത്ത് അയാളും കൂടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്യും. ഗൂഗിൾ മീറ്റിൽ എന്ത് ചെയ്യാം, എനിക്ക് മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഗൂഗിൾ വർക്ക് സ്പേസ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ്, ഒരുപാട് ടെക്നോളജീസ് ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ്സിൽ IT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വരുന്നുണ്ട്. ഇനി മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് നോക്കുകയാണെങ്കിൽ മെഷീൻ ലേണിംഗ്സ് വരുന്നുണ്ട്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട്, AI സിസ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ട് മെഷീൻ ലേണിംഗ്, മെഷീൻ ഓട്ടോമേഷൻ, ഇങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജീസും ഇവിടെ വരുന്നുണ്ട്. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞതാണ്, എക്സാം റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, അടുത്തതാണ് ടൈപ്സ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊമേഴ്സ് സെക്ടറിലേക്ക് നിങ്ങൾക്കറിയാം, ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സെയിൽസ് എന്ന് പറയുന്നത് ത്രൂ കൊമേഴ്സ് ആണ്, അല്ലെങ്കിൽ ഓൺലൈൻ സെയിൽസ് ആണ്. ഈ ഓൺലൈൻ സെയിൽസ് എന്ന് പറയുന്നത് പല രൂപത്തിൽ നടക്കുന്നുണ്ടായിരിക്കും. ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സ് ടു ബിസിനസ്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് രൂപത്തിൽ ഇന്ന് സെയിൽസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ ആമസോണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് സെല് ചെയ്യാനും പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് ഷഹീർ ഷെരീഫാണ്. ഓക്കെ, സ്പെല്ലിംഗ് ഞാൻ പറയാം, SHAHEER, ഓക്കെ, SHEREEF ആണ്. ഈ പേര് നിങ്ങൾ ആമസോണിൽ ആപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം എൻ്റെ ബുക്ക് അവിടെ സെല്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓൺലൈനായിട്ട് ആ ബുക്ക് അവിടെ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷഹീർ ഷെരീഫ് ആ ബുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ത്രൂ ആമസോണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ത്രൂ ആമസോൺ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാം അവിടെ പോസിബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഞാനൊരു റിയൽ ലൈഫ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നത് മാത്രം. കാരണം അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നുള്ള രൂപത്തിലേക്ക് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എൻ്റെ പേര് അടിച്ച് നോക്കിയാൽ മതി. ഞാൻ ആസ് എ സെല്ലർ അല്ലെങ്കിൽ ആസ് ആൻ ഓതർ എൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ ഈ ആമസോണിൽ അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ എക്സാമ്പിൾസും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇവിടെയൊക്കെ എക്സാമ്പിൾസ് ബേസ് ചെയ്തിട്ടൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന കൊമേഴ്സ് ഏതെല്ലാം ടൈപ്പ് വരുന്നുണ്ടെന്നുള്ളത്. ഒന്നാമത്തേത് ബിസിനസ് ടു ബിസിനസ് ആണ്. അതായത് ഒരു ബിസിനസ് സെക്ടറിന്, അതായത് ഹോൾസെയിൽ ആയിട്ടാണ് അവിടെ സെയിൽസ് നടക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബിസിനസ് എൻ്റർപ്രൈസറാണ്. എനിക്ക് ലാർജ് സ്കെയിലിൽ അക്യുമുലേഷൻ, അതായത് ലാർജ് സ്കെയിൽ എന്ത് ചെയ്യണം, സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യണം. അപ്പോൾ അതിന് മറ്റൊരു ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ എനിക്കത് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിന് എന്നെ സഹായിക്കുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതാണ് ഇന്ത്യ മാർട്ട്, ആലിബാബ പോലെയുള്ളത്. ഇപ്പോൾ ഇന്ത്യ മാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ ആമസോണോ ഫ്ലിപ്കാർട്ടോ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കുന്നതല്ല ഇന്ത്യ മാർട്ട് എന്ന് പറയുന്നത്. കാരണം അവിടെ ലാർജ് സ്കെയിലായിരിക്കും പലപ്പോഴും സാധനങ്ങൾ വിൽക്കുന്നത്. ഹെവി മെഷീനറീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ത്യ മാർട്ടിൽ കൂടുതലായിട്ടും സെയിൽസ് നടക്കുന്നത്. കാരണം ഹെവി മെഷീനറീസ് മറ്റൊരു ബിസിനസ്സിനാണ് ആവശ്യമായിട്ട് വരുന്നത്. നിങ്ങൾക്കാർക്കും ലാർജ് സ്കെയിലിൽ ഫ്ലക്സ് പ്രിൻറ്റ് ചെയ്യുന്ന മെഷീൻസ് ഒന്നും ആവശ്യമില്ല. അത് വാങ്ങിക്കുന്നതായിരിക്കും അത് ഈ പറയുന്ന ഫ്ലക്സ് പ്രിൻറ്റ് ചെയ്യുന്ന മറ്റേതെങ്കിലും ബിസിനസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് വാങ്ങിക്കുന്നത്. അപ്പോൾ ബിസിനസ് ടു ബിസിനസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്
ആലിബാബ, ഇന്ത്യ മാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്നത്. അടുത്തത് ബിസിനസ് ടു കൺസ്യൂമേഴ്സ്. അതിന് പ്രത്യേകിച്ച് എക്സാമ്പിൾ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ബിസിനസ്സിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നത്. അതിന് എക്സാമ്പിളാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര. ഓക്കെ, നേരിട്ട് കൺസ്യൂമേഴ്സ് ആയിട്ട് നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി സെയിം ഈ പറയുന്ന കൺസ്യൂമർ ടു കൺസ്യൂമർ, അതായത് ഞാൻ ഒരു സാധനം നിങ്ങൾക്ക് സെല് ചെയ്യുന്നു. എങ്ങനെ സെല് ചെയ്യാൻ പറ്റുക? ഞാൻ ഉപയോഗിച്ചിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഉപയോഗിച്ച ഫോൺ, ഞാൻ ഉപയോഗിച്ച ഐപാഡ്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കാർ, ഇത് മുഴുവൻ എനിക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെ? OLX, ക്യുക്കർ, eBay പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാർ സെല് ചെയ്യാൻ വേണ്ടിയിട്ടിടും, നിങ്ങളത് വാങ്ങിക്കും. അപ്പോൾ കൺസ്യൂമർ ടു കൺസ്യൂമർ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. ഓക്കെ, അടുത്തത് കൺസ്യൂമർ ടു ബിസിനസ് വരുന്നുണ്ട്. ഓക്കെ, കൺസ്യൂമർ ടു ബിസിനസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ആമസോണിനൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും സർവീസസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോട്ടോസോ, നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമേജസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഫ്രീലാൻസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അപ്വർക്കുകൾ, സ്റ്റോക്ക് ഫോട്ടോ സൈറ്റുകൾ, അതായത് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ അത് സെല് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് റെഡിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആസ് എ കൺസ്യൂമർ, നിങ്ങൾ ആസ് ആൻ ഇൻഡിവിജ്വൽ ഈ പറയുന്ന ബിസിനസ് പ്ലാറ്റ്ഫോംസിനാണ് നിങ്ങളുടെ സർവീസ് എന്ത് ചെയ്യുന്നത്, സെല് ചെയ്യുന്നത്. അടുത്തത് ഗവൺമെൻറ് ടു സിറ്റിസൺ ആണ്. അക്ഷയ, അതുപോലെ തന്നെ ഈ ഡിസ്ട്രിക്ട് സർവീസുകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഗവൺമെൻറ് ടു സിറ്റിസൺ ആണ്. ഗവൺമെൻറ് സേവനങ്ങൾ നമുക്ക് കിട്ടുന്നു. എങ്ങനെ? അക്ഷയ സെൻറ്റർ, അതുപോലെ തന്നെ ഈ ഡിസ്ട്രിക്ട് സർവീസസ്, ഓൺലൈൻ ആയിട്ടുള്ള ടാക്സ് സെയിൽസ് അല്ലെങ്കിൽ ടാക്സ് കളക്ഷൻ, ഇതിലൂടെയൊക്കെ ഗവൺമെൻറ് സർവീസസ് നേരിട്ട് സിറ്റിസൺസ് ആയിട്ടുള്ള നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തത് ഗവൺമെൻറ് ടു ബിസിനസ് ആണ്. അതായത് ഗവൺമെൻറ് പ്ലാറ്റ്ഫോംസ് ബിസിനസ് എൻറ്റിറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ട്രാൻസാക്ഷൻസ്, അവരുടെ ബിസിനസ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് GST പോർട്ടൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ ടെൻഡറിങ് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ പ്രൊക്യൂറിംഗ് പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. ഓക്കെ, ഈ നാം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓൺലൈൻ സെയിൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഗവൺമെൻറ് ടു ബിസിനസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, GST കേസ് വരുന്നുണ്ട്, GST പോർട്ടൽ വരുന്നുണ്ട്, ഓൺലൈൻ ടെൻഡറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് വരുന്നുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഗവൺമെൻറ് ഫെസിലിറ്റീസ് ബിസിനസ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കേസുകളാണ്, ഒന്ന് ഓർത്ത് വയ്ക്കണേ, ഓർമ്മയിലുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് ദി IT ഇൻ ദി ബിസിനസ് ആണ്. ഇനി ഇങ്ങനെ IT ഉപയോഗിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബിസിനസ് ടു ബിസിനസ്, ഈ പറയുന്ന പോലെ ആലിബാബ, ഇന്ത്യ മാർട്ട്, ഓരോ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ IT സെക്ടർ അല്ലെങ്കിൽ IT ടെക്നോളജീസ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക്, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ കൊണ്ടു ചെന്ന് റിയൽ ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഫിസിക്കലായിട്ട് സാധനങ്ങൾ സെല് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കുറച്ച് ലിമിറ്റേഷനിൽ അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്തേക്ക് മാത്രമേ എത്താൻ പറ്റൂ. അപ്പോൾ എൻ്റെ ബുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ആമസോണിൽ അവൈലബിൾ ആണ്. ലോകത്ത് എവിടെ ഇരുന്നിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ബുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്താണ്, എൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് എനിക്ക് ഗ്ലോബലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ സെല്ല് അല്ലെങ്കിൽ പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ബുക്കും കൊണ്ടിട്ട് ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് അവിടെ സെല്ല് ചെയ്ത് അങ്ങനെ വേണം ഞാൻ ഈ ബുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇല്ലാത്ത രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് റീച്ച് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈവൻ എ സ്മോൾ ബിസിനസ് ക്യാൻ സെൽ വേൾഡ് വൈഡ് ആയിട്ട് അവർക്ക് സെല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ്. ഓക്കെ, ഈ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു സ്റ്റോറോ വെയർ ഹൗസുകളോ ഇങ്ങനെയൊന്നും ഇപ്പോൾ എന്ത് ചെയ്യേണ്ട, സെറ്റപ്പ് ചെയ്യേണ്ട, ലാർജ് മാനുഫാക്ചറിങ് യൂണിറ്റുകളോ ഒന്നും വേണമെന്നില്ല. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ത്രൂ ഓൺലൈൻ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, വലിയ സ്റ്റോറുകളോ വലിയ ഷോപ്പുകളോ ഒന്നും നിങ്ങൾ ഇടണ്ട. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യാനോ മാനേജ് ചെയ്യാനോ ഒക്കെ പറ്റുന്നുണ്ട്. ദെൻ ബെറ്റർ കസ്റ്റമർ സർവീസസ് ത്രൂ ദി കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ്, അതാണ് CRM എന്ന് പറയുന്നത്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള കസ്റ്റമർ സർവീസസ് നമുക്ക് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് കാലം മുമ്പൊക്കെ നിങ്ങൾ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ സാധനം ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഐഫോൺ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോപ്പ് പെട്ടി കിട്ടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ന് ആ പ്രശ്നങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ വളരെ ടാർഗറ്റഡ് ആയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്താണോ അത് തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റ് കുറച്ച് കാലം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പലർക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്ത സാധനം കിട്ടുന്നതും രണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എങ്ങനെ മാറ്റം വന്നു, അത് CRM ആണ്, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ആ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഓട്ടോമേഷൻ ഓഫ് ദി റുട്ടീൻ ടാസ്ക്. ഡെയിലി ആയിട്ട് നടക്കുന്ന പല ടാസ്കുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ അത് മെഷീൻസിനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെയൊക്കെ വെയർ ഹൗസുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ഓട്ടോമേഷൻ ആണ്. അവിടെ വരുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അവിടെ വരുന്ന
ഓരോ സാധനങ്ങളും ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുണ്ടായിരിക്കും. അപ്പോൾ ആ കൺവെയർ ബെൽറ്റിലൂടെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തേക്ക് പോകേണ്ടത് ഓരോ സെഗ്മെന്റുകളായിട്ട് തിരിച്ചിട്ടായിരിക്കും വെക്കുന്നത്. ഇപ്പോൾ ആമസോൺ ഡെലിവറി ഒക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അറിയാൻ മതി. അതായത് ഓരോ പിൻകോഡിലേക്കുള്ളത് ഓരോ ലൊക്കേഷനിലേക്കുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വെക്കുന്നത്. അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇതൊക്കെ ഓൺലൈനായിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഓട്ടോമേഷൻ ഓഫ് ദി റുട്ടീൻ ടാസ്ക് എന്ന് പറയുന്നത്. ഇംപ്രൂവ്ഡ് ആക്യുറസി ഇൻ ദി അക്കൗണ്ടിങ് ആൻഡ് ദി ഇൻവെന്ററി. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റുകളായിട്ട് വരുന്നത് ബിസിനസ്സിൽ നമ്മൾ IT ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. അടുത്തത് IT ഇൻ ദി ഗവേണൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ ആയിട്ടുള്ള ഭരണ സംവിധാനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല മേഖലകളിലും IT അല്ലെങ്കിൽ ടെക്നോളജി ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് പ്രധാനമായിട്ടും 4 രീതിയിലേക്കാണ് IT സെക്ടേഴ്സ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് ഗവൺമെൻറ് ടു സിറ്റിസൺ, ജനങ്ങളുടെ സേവനങ്ങൾ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തത് ഗവൺമെൻറ് ടു ബിസിനസ്, ഗവൺമെൻറ് സേവനങ്ങൾ ബിസിനസ്സുകൾ എൻറ്റിറ്റീസിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഗവൺമെൻറ് ടു ഗവൺമെൻറ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെൻട്രൽ ഗവൺമെൻറ്റിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇങ്ങനെ ഗവൺമെൻറ് ടു ഗവൺമെൻറ്, അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോർഡിനേഷൻ, ഇന്റർ മിനിസ്ട്രിയൽ കോർഡിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ IT ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഗവൺമെൻറ് ടു എംപ്ലോയീസ് വരുന്നുണ്ട്, അതായത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് സ്പാർക്ക്. സ്പാർക്ക് എന്നൊക്കെ പറയുന്നത്, അതായത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ വേജസ് അത് പ്രോപ്പറായിട്ട് ഓൺലൈനായിട്ട് മാനേജ് ചെയ്യുന്നതാണ് സ്പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഗവൺമെൻറ് ടു എംപ്ലോയീസിനെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ്. ദെൻ ഗവൺമെൻറ് ടു സിറ്റിസൺ എന്ന് പറയുന്ന സമയത്ത് ഗവൺമെൻറ് ടു സിറ്റിസണും സിറ്റിസൺ ടു ഗവൺമെൻറ്റും രണ്ടും കവേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. G to C യും C to G യും വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈ ഗവ്, അതായത് മൈ ഗവൺമെൻറ് പ്ലാറ്റ്ഫോം. അപ്പോൾ മൈ ഗവൺമെൻറ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീവൻസസ്, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിനെ അറിയിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിജി ലോക്കർ, ഈ പറയുന്ന ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗവൺമെൻറ് സേവനങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഡിജി ലോക്കർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് രൂപത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഓർക്കുക. G2B എന്ന് പറയുന്ന സമയത്ത് B2G യും വരുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സേവനങ്ങൾ ബിസിനസ്സിൽ കിട്ടുന്നത് പോലെ തന്നെ ബിസിനസ് സേവനങ്ങൾ തിരിച്ച്, അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ GST ഓൺലൈൻ പേയിങ് പോർട്ടൽ വരുന്നുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, GST അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയുള്ള ബെനിഫിറ്റും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്ലൈയിങ് ഫോർ ദി റേഷൻ കാർഡ്. അതെന്താണ്, ഈ പറയുന്ന ഗവൺമെൻറ് ടു സിറ്റിസൺ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, അത് നേരിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ GST ഫയലിംഗ്, ഓൺലൈൻ ടെൻഡേഴ്സ്, ഇതൊക്കെ എന്താണ്, ഗവൺമെൻറ് ടു ബിസിനസ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ വരുന്നതാണ് ഓഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ഡാറ്റ ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ ആയിട്ടുള്ള, ഇപ്പോൾ പാർലമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ് വരുന്നുണ്ട്. ഈ പറയുന്ന ജുഡീഷ്യറി മുതൽ ലോക്കൽ കോർട്ടുകൾ വരെയുള്ള മുഴുവനായിട്ടുള്ള ഡാറ്റ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഗവൺമെൻറ് ടു ഗവൺമെൻറ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഗവൺമെൻറ് ടു എംപ്ലോയി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പേ സ്ലിപ്പ്, അതുപോലെ തന്നെ ലീവ് മാനേജ്മെൻറ്റ്, ദെൻ സാലറി മാനേജ്മെൻറ്റ് വേണ്ടിയിട്ട് സ്പാർക്ക്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മേജർ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ ആണ്. അപ്പം ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗവേണൻസ് ഇനീഷ്യേറ്റീവുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ്. സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഡിജിറ്റൽ ഇന്ത്യ വരുന്നുണ്ട്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പോലെ തന്നെ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. 2015 ഇത് ലോഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയെ ഡിജിറ്റലി എംപവേർഡ് ആക്കി മാറ്റുക എന്ന് പറയുന്നതായിരുന്നു ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സ്കീമിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഇനി അടുത്തതാണ് ആധാർ എന്ന് പറയുന്നത്. ഒരു 12 ഡിജിറ്റ് 12 ന്യൂമറിക്കൽ ആയിട്ട് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ആൽഫ ന്യൂമറിക്കൽ അല്ല, ന്യൂമറിക്കൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ആധാർ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നമ്പർ മാത്രമേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്നാൽ പാൻ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ആൽഫ ന്യൂമറിക് സിസ്റ്റമാണ്. അതിൽ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ആൽഫബറ്റും അതിൻ്റെ കൂടെ തന്നെ നമ്പേഴ്സും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് അത് ആൽഫ ന്യൂമറിക് സിസ്റ്റമാണ്. എന്നാൽ ആധാറിൻ്റെ കേസിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ പ്രധാനമായിട്ടും വരുന്നത് നമ്പർ സിസ്റ്റം മാത്രമാണ്. അപ്പോൾ 12
ഡിജിറ്റ് യുണീക്ക് ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് UIDI. ഓക്കെ, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റമായിട്ട് ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ആധാർ മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഈവൻ നമ്മുടെ ഫിംഗർ പ്രിൻറ്റും റെറ്റിനയും വരെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ആധാർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ തെഫ്റ്റ് എന്ന് പറയുന്നതും ആധാറാണ്. ഏകദേശം 80 കോടി ആളുകളുടെ ഡാറ്റ ഇൻഫർമേഷൻ, ആധാർ ഇൻഫർമേഷൻ ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഈവൻ എൻ്റെയും നിങ്ങളുടെയും അടക്കമുള്ള ആധാർ ഇൻഫർമേഷൻസ് മുഴുവൻ ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഓക്കെ, അത് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു സെക്യൂരിറ്റി ഫെയിലിയർ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഡാറ്റ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രൈവസി ഫെയിലിയർ ആയിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് വൾണറബിലിറ്റീസും ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈബർ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സൈബർ ത്രെട്ടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എത്തിക്കൽ കൺസേൺസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകും. അടുത്തത് ഉമംഗ് ആപ്പ് വരുന്നുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഉമംഗ് ആപ്പ് വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ സർവീസ് സേവനങ്ങളും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഉമംഗ് ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സേവനങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിട്ടുന്നതാണ് ഉമംഗ് ആപ്പ് എന്ന് പറയുന്നത്. അതും ജസ്റ്റ് ഒന്ന് എന്ത് ഓർത്ത് വയ്ക്കുക. ഓരോന്നും എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഓർത്ത് വയ്ക്കണേ. അടുത്തത് ഡിജി ലോക്കർ വരുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്ലൗഡ് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഓൺലൈനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് രേഖകൾ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആധാർ, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, നിങ്ങളുടെ സ്കൂൾ മാർക്ക് ഷീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡിജി ലോക്കറിൽ നിന്ന് നിങ്ങൾ കാണിക്കുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ ഡോക്യുമെൻറ്റിൻ്റെ അതേ വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഈ പറയുന്ന പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും കൂടെ കൊണ്ട് നടക്കേണ്ട, ഡിജി ലോക്കറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതാണ് ഇ സൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അക്ഷയയിലൊക്കെ പോയിട്ട് ഇപ്പോൾ നിങ്ങളുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു പച്ച ടിക്ക് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് കട്ടിയിലായിരിക്കും ആ ഒരു പച്ച ടിക്ക്. ഓക്കെ, ഇതുപോലെ കുറച്ച് കട്ടിയിൽ ഒരു പച്ച ടിക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ അക്ഷയയിൽ തന്നെ പോയിട്ട് വെരിഫൈഡ് ആയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പച്ച ടിക്കായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ ക്വസ്റ്റ്യൻ മാർക്ക് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒരു കുറച്ച് കട്ടിയിൽ അവിടെ ഒരു യെല്ലോ ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന വില്ലേജ് ഓഫീസറോ അതല്ലെങ്കിൽ തഹസിൽദാരോ ഒന്നും ഒപ്പിടല്ല ചെയ്യുന്നത്, അവർ ഈ സിഗ്നേച്ചറാണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടെ എന്താണ്, ഓൺലൈൻ സെക്യൂർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഓൺലൈൻ ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. കാരണം ഒരു ഒപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതേപോലെ വേറൊരാൾക്ക് ഒപ്പ് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ പറയുന്ന ഈ സിഗ്നേച്ചർ കോപ്പി അടിക്കുക എന്ന് പറയുന്നത് പാടാണ്. ഓക്കെ, ആ ഈ വെരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഡോക്യുമെൻ്റ് എന്ത് ചെയ്യുള്ളൂ, ആക്സെപ്റ്റ് ആയിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എസ്പെഷ്യലി പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഒരു ഗ്രീൻ ടിക്കുള്ള അതേ ഡോക്യുമെൻ്റ് തന്നെ കൊടുക്കേണ്ടി വരും. നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പം അക്ഷയനല്ലാതെ വേറെ ഏതെങ്കിലും കഫേ നിന്നൊക്കെ നിങ്ങൾ പ്രിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വെരിഫൈഡ് ആയിരിക്കില്ല, ഇതുപോലെ യെല്ലോ ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. അപ്പോൾ പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ യെല്ലോ ആയിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ സൈൻ വെരിഫൈ ചെയ്യാത്ത ഡോക്യുമെൻ്റ് ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിനടുത്തതാണ് നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് ഈ ഹോസ്പിറ്റൽ, ഈ ഗ്രന്ഥാലയ, ഈ ഓഫീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശോധഗംഗ എന്ന് പറയുന്ന ഒരു തെസിസ് കളക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ശോധഗംഗ. ഓക്കെ, ശോധഗംഗ എന്ന് വെച്ചാൽ ഹ്യൂജ് ഡാറ്റ അല്ലെങ്കിൽ ഹ്യൂജ് കളക്ഷൻ ഓഫ് ദി തെസിസ് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള തെസിസുകൾ അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഹോസ്പിറ്റൽ, ഈ ഗ്രന്ഥാലയ, ഈ ഓഫീസ് എന്നൊക്കെ പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡിഫറെൻറ്റ് സെക്ടേഴ്സിലേക്ക് വരുന്ന ഗവൺമെൻറ്റിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഈ ഗവൺമെൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്ലിക്കേഷൻസ് ആണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും. ഇനി അതുപോലെ തന്നെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള ടെക്നോളജിയാണ് BEAM, അതുപോലെ തന്നെ UPI ടെക്നോളജി എന്ന് പറയുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ്, ഓക്കെ, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് വരുന്നുണ്ട്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോംസിനെ കണക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന UPI എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേയിൽ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആമസോൺ പേയിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ആമസോൺ പേയ്മെൻറ്റിൽ നിന്ന് എൻ്റെ പേടിഎമ്മിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെ സാധിക്കുന്നു? ബിക്കോസ് ദർ ഇസ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഇൻ്റർഫേസുകൾ നമ്മൾ യൂണിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, ഇൻ്റർ കണക്ടിവിറ്റി പോസിബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ഓർത്ത് വയ്ക്കുക. BEAM എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഗവൺമെൻറ് കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ UPI എന്ന് പറയുന്നത്. അടുത്തത് ഇൻകം ടാക്സ് വരുന്നുണ്ട്. നമുക്ക് ത്രൂ ഓൺലൈൻ തന്നെ എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ,
ഇതിനടുത്തത് മൈ ഗവ് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റിസൺസിന് ഗവൺമെൻറ്റുമായിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മൈ ഗവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാസ്പോർട്ട് സേവ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈനായിട്ടാണ് പാസ്പോർട്ട്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടും. ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ പാസ്പോർട്ടൊക്കെ ഇന്ന് നിങ്ങൾക്ക് കിട്ടും. ഓൺലൈനായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുന്നു. ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾ ഏത് ഡേറ്റിന് പോകണം എന്നുള്ളത് ടൈം സ്ലോട്ട് അടക്കം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ സമയത്ത് അവിടെ പോവുക. നിങ്ങളുടെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും, വെരിഫിക്കേഷൻ, അതിനുശേഷം പോസ്റ്റലായിട്ട് സാധനം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ ഇന്ന് പല സാധനങ്ങളും ഈ പറയുന്ന പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നത് മുതൽ അതിൻ്റെ പല വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ത്രൂ ഓൺലൈനാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള സേവനങ്ങൾ ഓൺലൈൻ ആക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഗവേണൻസിൻ്റെ ഇനീഷ്യേറ്റീവാണ് നോക്കാനുള്ളത്. കാരണം നമ്മുടെ സിലബസിൽ ആ കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് അക്ഷയ എന്ന് പറയുന്നത്. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ്, ഒരു ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവാണ് അക്ഷയ എന്ന് പറയുന്നത്. അപ്പോൾ അക്ഷയ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സേവനങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിറ്റലായിട്ട് കിട്ടുന്നതാണ്. അതായത് ഗവൺമെൻറ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫീസുകളെയോ ഗവൺമെൻറ് ഓഫീസേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട, നേരിട്ട് ഇനി അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. അക്ഷയ സെൻറ്റേഴ്സിലൂടെ അതെല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അക്ഷയ സെൻറ്റേഴ്സ്, അതല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ, CSC എന്നും പറയും. ഓക്കെ, കോമൺ സർവീസ് സെൻറ്റർ. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള സേവനങ്ങൾ മുഴുവൻ ഒരൊറ്റ സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടും. അതാണ് CSCയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അടുത്തതാണ് ഇ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സ് അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്ട്രിക്റ്റ് വരുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ ദി കേരള. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് അവരുടെ പേറോൾ, അവരുടെ പെൻഷൻ അല്ലെങ്കിൽ അവരുടെ സാലറി, അലവൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നോ ഇല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സ്പാർക്ക് എന്ന് പറയുന്നത് പേറോൾ മാനേജ്മെൻറ്റ് ഫോർ ദി ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ പേറോൾ മാനേജ്മെൻ്റ് ആണ് സ്പാർക്കിലൂടെ നടക്കുന്നത്. അടുത്തതാണ് ICFOSS എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആകുന്ന സമയത്ത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ബെറ്റർ സെക്യൂരിറ്റി. ഇപ്പോൾ വിൻഡോസോ അല്ലെങ്കിൽ ഈവൻ മാക്ബുക്കോ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഓപ്പൺ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ലിനക്സിനും അല്ലെങ്കിൽ ഉബുണ്ടുവിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ആണ്. അവിടെ ഇന്നോവേഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ പുതിയ പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും അത് ഓപ്പൺ സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ പറ്റും. ഓക്കെ, എന്നാൽ വിൻഡോസിൻ്റെയോ മാക്കിൻ്റെയോ ഒക്കെ കേസിൽ നോക്കുന്ന സമയത്ത് അത് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ ഗവൺമെൻറ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, then അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഫാസ്റ്റ് റിലയബിൾ ഇൻസ്റ്റൻറ്റ് എഫക്റ്റീവ് നെറ്റ്വർക്ക് ഫോർ ദി ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ദി സർവീസസ്. അതാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മുടെ യൂട്ടിലിറ്റി ബില്ലുകൾ, അതായത് കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ടെലിഫോൺ ബില്ല്, പ്രോപ്പർട്ടി ടാക്സുകൾ, ഇങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ബില്ലുകളെല്ലാം അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഫാസ്റ്റ്, റിലയബിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ട് ഗവൺമെൻറ് സർവീസസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അടുത്തതാണ് KSON എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേര് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഓക്കെ, കേരള ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക്. ഓക്കെ, KFON എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഗവൺമെൻറ് ഓഫീസുകളെയും കൂടെ എന്ത് ചെയ്യണം, ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് വഴി എല്ലാ സർവീസസുകളും അല്ലെങ്കിൽ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ത്രൂ ഇൻ്റർനെറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഓക്കെ, എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗവൺമെൻറ് ഓഫീസുകളുമായിട്ട് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് KSON എന്ന് പറയുന്നത്. അടുത്തതാണ് കേരള സ്റ്റേറ്റ് IT മിഷൻ. പണ്ട് മുതലേ നിങ്ങൾക്ക് അറിയായിരിക്കും, IT മിഷൻ്റെ ഭാഗമായിട്ടാണ് IT കേരള പോലെയുള്ള പല കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ പ്രധാനമായിട്ടുള്ള IT റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്കീമുകളും ഇനീഷ്യേറ്റീവ്സും ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് KSITM ആണ്, കേരള സ്റ്റേറ്റ് IT മിഷൻ ആണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ KFON വരുന്നുണ്ട്, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് വരുന്നുണ്ട്, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ടു ദ സിറ്റിസൺ ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KSON എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഗവൺമെൻറ് ഓഫീസുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ KFON എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിന് നമ്മൾ എന്ത് ചെയ്യണം, ഹൈ സ്പീഡ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി കൊടുക്കുക. അതാണ് KFON എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായിട്ട് വരുന്ന സ്കീമുകളാണ്.
ഓക്കെ. ഇനി ഇത്തരത്തിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗവേണൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് വരുന്ന ഒരു അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? ഇതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതിൽ ആദ്യം വരുന്നതാണ് സ്മാർട്ട് ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഗവേണൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കണം എന്നില്ല. ടാക്സ് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് തന്നെ എത്തും. ഈ ടാക്സ് അടയ്ക്കാൻ വരുന്ന ആൾക്കാരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നത് അല്ലെങ്കിൽ ടാക്സ് വെട്ടിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എല്ലാം ത്രൂ ഓൺലൈൻ തന്നെ നടക്കുന്നത് കൊണ്ട് ബെറ്റർ ടാക്സ് കളക്ഷൻ, അതുപോലെ തന്നെ എംപ്ലോയീസ് അല്ലെങ്കിൽ ആൾക്കാരും ടാക്സ് സമയത്ത് തന്നെ അടക്കും. കാരണം എന്താണ്, റിമൈൻഡേഴ്സ് പോകും. ഓക്കെ, നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ റിമൈൻഡേഴ്സ് അയക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ആളുകൾ കറക്റ്റ് ടൈമിന് ടാക്സ് അടയ്ക്കും. പിന്നത്തേക്ക് മാറ്റി വയ്ക്കില്ല. കാരണം ടാക്സ് അടയ്ക്കാൻ പോകുന്ന സമയത്ത് ക്യൂ നിൽക്കേണ്ട പ്രശ്നമൊന്നുമില്ല. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് റെഡ്യൂസ്ഡ് കറപ്ഷൻ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എംപ്ലോയീസുമായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒരു സിറ്റിസൺ ഒരു ഗവൺമെൻറ് എംപ്ലോയിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്താണ് അവിടെ കൈക്കൂലി ചോദിക്കാൻ പറ്റുന്നത്. പക്ഷേ അങ്ങനെ കാണേണ്ട ഒരു സാഹചര്യം വരുന്നില്ലെങ്കിൽ അവിടെ കൈക്കൂലി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കറപ്ഷൻ അവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനടുത്തത് ഫാസ്റ്റർ ഡെലിവറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 24/7 അവേഴ്സ് ആണ്. രാത്രി 12 മണിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗവൺമെൻറ് ഓഫീസ് തുറന്നോ, എംപ്ലോയീസ് അവിടെ ഉണ്ടോ, അവർ ചായ കുടിക്കാൻ പോയോ, ലീവ് ആണോ, ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സ് അടയ്ക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് കോസ്റ്റ് റിഡക്ഷൻ ആണ്. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങളത് ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിൻ്റ് എടുത്ത് അത് നിങ്ങൾ അപേക്ഷയായിട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. ട്രാവലിംഗ് കോസ്റ്റ്, പ്രിൻ്റ് എടുക്കാനുള്ള കോസ്റ്റ്. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ ഡോക്യുമെൻറ്റും PDF ആയിട്ട് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുക, അപേക്ഷ കൊടുക്കുക, നിങ്ങൾക്ക് സാധനം PDF ആയിട്ട് കിട്ടും. കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ചിലവൊന്നുമില്ല. അടുത്തത് ഗ്രേറ്റർ ആക്സസിബിലിറ്റി ആണ്. ഏത് ജനവിഭാഗങ്ങൾക്ക് വേണമെങ്കിലും എവിടെ നിന്നുകൊണ്ടും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ സിമ്പിളായിട്ട് ഫോർ എക്സാമ്പിൾ, എനിക്ക് നാട്ടിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഞാൻ ഗൾഫിലാണ് താമസിക്കുന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണം. പക്ഷേ ഞാൻ കേരളത്തിൽ അല്ലെങ്കിൽ പോലും എനിക്ക് പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാം. എന്താണ്, ത്രൂ ഓൺലൈൻ അടച്ചാൽ മതി. സോ ഗ്രേറ്റർ ആക്സസിബിലിറ്റി ആണ്. സിറ്റിസൺസ് ക്യാൻ ആക്സസ് സർവീസസ് ഫ്രം എനിവെയർ. എവിടെ നിന്നും, ഇപ്പോൾ ട്രൈബൽ ഏരിയയിൽ നിന്നായി കഴിഞ്ഞാലും ഗൾഫിൽ നിന്നായി കഴിഞ്ഞാലും ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നായി കഴിഞ്ഞാലും ഈ സർവീസസ് എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നികുതി രസീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ പൊന്നു പോലെ സൂക്ഷിച്ച് വെക്കണം. ഓക്കെ, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു തവണ നിങ്ങൾ നികുതി അടിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡോക്യുമെൻറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അത് വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. എത്ര തവണ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെക്കാം. കാരണം ആ ഡിജിറ്റലായിട്ട് ആ പറയുന്ന റെക്കോർഡ് അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, ഇംപ്രൂവ്ഡ് റെക്കോർഡ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. കാരണം എല്ലാം ഡിജിറ്റൽ റെക്കോർഡാണ്, ഈസി റിട്രീവലാണ്. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഇവിടെ സ്മാർട്ട് ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിജിറ്റലായിട്ട് വരുന്നതാണ്. ബെറ്റർ സെക്യൂരിറ്റി ഉണ്ട്, ബെറ്റർ ഫയൽ മാനേജ്മെൻറ്റ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ, പൈസ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 24/7 സർവീസസ് ഇന്ന് അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ അഴിമതി വരുന്നില്ല. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റുകളാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇന്ന് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ പാർട്ട് 2, പാർട്ട് 3 വീഡിയോസും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ട് നോക്കുക. ഓക്കെ, അപ്പോഴേ ആ ഒരു സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 10 പേജാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. അവസാനത്തെ ഒരു 15 പേജ് എന്ന് പറയുന്നത് റിവിഷനാണ്. ഓക്കെ, റിവിഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഒക്കെയാണ് അവസാനത്തെ ഒരു 15 പേജ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഏകദേശം ഒരു 30ഓളം പേജും കൂടെ കവർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, അടുത്ത വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു എവരിവൺ, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക.